ദൃശ്യ മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടനാട്ട് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ട പൂർത്തീകരണത്തിൻ്റെ പാതയിലാണിപ്പോൾ നിൽക്കുന്നത്. രണ്ടാം ഘട്ട പ്രവർത്തനം നടപ്പന്തൽ, തിരുവരങ്ങ് എന്നിവയായിരുന്നു. ഈ വരുന്ന സെപ്റ്റംബർ മാസം 16-ാം തീയതി 10 മണിക്ക് അതിൻ്റെ സമർപ്പണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ തിരുവരങ്ങിൻ്റെ സമർപ്പണം ആദരണീയായ തിരുവിതാംകൂർ ഇളയ മഹാറാണി പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയാണ് നിർവഹിക്കുന്നത്. ദേശത്തിന് സമർപ്പിച്ച് അവർ അനുഗ്രഹ പ്രഭാഷണവും നടത്തുന്നുണ്ട്. തമ്പുരാട്ടിയെ സ്വീകരിക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങ്, പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുന്ന ചടങ്ങ് നടത്തുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരിപ്പാടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മേൽശാന്തി അനുഗ്രഹ പ്രഭാഷണവും നടത്തുന്നുണ്ട്. അന്നത്തെ മീറ്റിങ്ങിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ആദരണീയനായ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ഇപ്പോഴത്തെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറുമായ മനോജ് ബി നായർ അവരുകളാണ്. അതിനുശേഷം ഫ്ലൂട്ട്, വയലിൻ, ഫ്യൂഷൻ കച്ചേരിയും മഹാപ്രസാദകൂട്ടും നടത്തുവാനാണ് ദേവസ്വം തീരുമാനിച്ചിട്ടുള്ളത്. ദേശാധിപതിയായ ഇടനാട്ടുകാവിലമ്മ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വസൂലി മറ്റ് മുതലായ ദുരിതങ്ങളാൽ നാട് നശിച്ചുകൊണ്ടിരുന്നൊരു സാഹചര്യത്തിൽ അന്നത്തെ നാടുവാഴികൾ തലശ്ശേരിയിൽ നിന്നും ഈ സങ്കട നിവാരണത്തിന് വേണ്ടി ഇടനാട്ടിലേക്ക് എത്തിച്ച ദേവിയുടെ ആ കടാക്ഷം മൂലം ദേശം മുഴുവൻ നല്ല രീതിയിലേക്ക് വരികയും നല്ല ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ദിനം പ്രതിയുള്ള വളർച്ചയുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2025 സെപ്റ്റംബർ 22-ാം തീയതി മുതൽ ഒക്ടോബർ 2 വരെ നവരാത്രി മഹോത്സവം ഇതോടൊപ്പം ആരംഭിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നവരാത്രി മണ്ഡപത്തിൽ വിവിധ കലാപരിപാടികൾ നടത്തുന്നുണ്ട്. സോപാന സംഗീതം, ഓട്ടൻതുള്ളൽ, കൈകൊട്ടിക്കളി, തിരുവാതിരകളി, നൃത്തസന്ധ്യ, ഗാനസുധ, അക്ഷരശ്ലോക, നാരായണീയ, കാവ്യകേളി സദസ്സ്, വീണക്കച്ചേരി തുടങ്ങിയ പരിപാടികളും സെപ്റ്റംബർ 28-ന് രാവിലെ 8 മണിക്ക് വിദ്യാഗോപാല മന്ത്രാർച്ചനയും സെപ്റ്റംബർ 29-ന് വൈകുന്നേരം 6 മണിക്ക് പൂജവെപ്പും ഒക്ടോബർ 2-ന് രാവിലെ 6:30-ന് സരസ്വതി പൂജയും 7 മണിക്ക് പൂജയെടുപ്പും 7:30 മുതൽ വിദ്യാരംഭവും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ദിവസവും കലാപരിപാടികൾക്ക് ശേഷം അത്താഴമുണ്ടും ഉണ്ടായിരിക്കുന്നതാണ്. 2025 ഒക്ടോബർ 4 മുതൽ 13 വരെ ബ്രഹ്മശ്രീ കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരി കോഴിക്കോട് യജ്ഞാചാര്യനായി ശ്രീമദ് ദേവി ഭാഗവത നവാഹ നടത്തുന്നുണ്ട്. പരിപാടികളിൽ സ്റ്റേജിൻ്റെ സമർപ്പണം, അതുപോലെ തന്നെ പൂജ വെപ്പ്, നവാഹം എന്നീ എല്ലാ പരിപാടികളിലേക്കും എല്ലാ ഭക്തജനങ്ങളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും.